ഇപ്പോഴ് സമ്മർ ആയതുകൊണ്ട് ഏത് സമയവും രാത്രി ആയാലും പകലായാലും ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ എ സിയും കൂളറൊന്നും ഇല്ലാതെ നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല. അതേസമയം കറണ്ട് ചാർജൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കുറയ്ക്കാൻ പറ്റിയ കിടിലൻ ടിപ്സും കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ വിളിച്ചത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് അതിൻ്റെ തോട് പൊളിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് പൊളിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഗ്ലാസ്സിലിട്ട് കൊടുത്തിട്ട് ഒന്ന് കുലുക്കിയാൽ മതി. അങ്ങനെ കുലുക്കുന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ തോടെല്ലാം ഒന്ന് പൊട്ടി വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റാവുന്നതാണ്. കണ്ടോ, ഇത് ഇളക്കി മാറ്റുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ അത് ഇളകി വരുന്നുണ്ട്. കണ്ടോ, ഒട്ടും മുട്ടയൊന്നും പൊട്ടിപ്പോവാതെ നല്ലതായിട്ട് തന്നെ ആ തോട് ഇളകി വരുന്നുണ്ടേ. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നതെന്നൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് ഇതിനകത്ത് 2 എണ്ണം വേണേലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുലിക്കിയാൽ മതി. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒറ്റ ടൈമിൽ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുമേ. രണ്ടാമത്തെ ടിപ്പ്, ഇതുപോലുള്ള കുപ്പികളൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇത് കണ്ടാൽ നിങ്ങളിനി അങ്ങനെ ചെയ്യത്തില്ല. അപ്പോഴെടുക്കുന്ന കുപ്പിയുടെ ഒരു 1/4 പോർഷനോളം നമ്മൾ ഇതുപോലെ വെട്ടിക്കളയാവുന്നതാണ്. അപ്പം ഞാനിവിടെ കാണിക്കുന്നുണ്ട്, ആ 1/4 പോർഷനോളം അതിൻ്റെ അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് വെട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ അവിടെ ഒരു ഹോൾ പോലെ വീഴും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ അയൺ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അയൺ ബോക്സിൻ്റെ ആ വള്ളിയെ ഒന്ന് നീറ്റായിട്ടൊന്ന് മടക്കി വെക്കുന്നുണ്ട്. അതിന് ചുറ്റും, ആ പിടിക്ക് ചുറ്റും ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് നീറ്റായിട്ടിരിക്കും. സാധാരണ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് അത് നീറ്റായിട്ട് നമുക്ക് അതിന് ചുറ്റി കൊടുത്താലും അത് താഴെ പോകായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ വെട്ടിയെടുത്ത ആ കുപ്പിയുടെ ആ പോർഷനാണെങ്കിൽ, അതിൻ്റെ വാല് പോലിരിക്കുന്ന ആ ഭാഗമാണെങ്കിൽ അതിൻ്റെ പിടിയുടെ താഴ്ഭാഗത്തോട് ഇട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ വെട്ടിക്കൊടുത്തില്ലേ കുപ്പിയിൽ, അതിലോട്ട് നമ്മുടെ ആ കുപ്പിയുടെ ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ച പോലെ തന്നെ അത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കുപ്പിയുടെ അടപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ അയൺ ബോക്സിൻ്റെ വള്ളി അവിടെ നീറ്റായിട്ട് തന്നെ നമ്മൾ വെച്ച പോലെ തന്നെ ഇരിക്കും, എങ്ങും ഊരി പോകത്തൊന്നുമില്ല. ഇതുപോലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുപ്പി വെട്ടിയെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുപ്പിയുടെ നീളത്തിനനുസരിച്ച് ഇതിപ്പോൾ 500 ml കുപ്പിയാണ്. അപ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പിയൊക്കെ ആണെങ്കിലും അതിൻ്റെ കുപ്പിയുടെ ആ പോർഷന്, വാല് പോലെ ഇരിക്കുന്ന പോർഷന് നീളം കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും സാധനം ടക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. ഈ രീതിയിൽ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് നല്ലൊരു ടിപ്പാണ്. മൂന്നാമത്തെ ടിപ്പ്, ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ തട്ടാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഫ്രിഡ്ജിന് ഇതുപോലെ മെറ്റലിൻ്റെ ഒരു റാക്കാണ് ഉള്ളത്. ചില ഫ്രിഡ്ജിനൊക്കെ ഗ്ലാസിൻ്റെ ഒരു തട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ മെറ്റലിൻ്റെ ആ റാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഹാങ്ങറും എടുത്തിട്ടുണ്ട്. ആ 2 ഹാങ്ങർ 2 സൈഡിലുമായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ബൈൻഡർ ക്ലിപ്പാണ്. അപ്പോൾ ബൈൻഡർ ക്ലിപ്പ് എടുത്തിട്ട് ആ റാക്കും ആ ഹാങ്ങറൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വരുത്തുന്ന രീതിയിൽ ബൈൻഡർ ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൈൻഡർ ക്ലിപ്പിന് പകരം നമുക്ക് നൂലുകൊണ്ടാണെങ്കിലും കെട്ടി കൊടുക്കാവുന്ന, നല്ല കട്ടിയുള്ള നൂലുകൊണ്ടാണെങ്കിലും നമുക്ക് ഇത് കെട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് വെക്കുക. ബൈൻഡർ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ആ മെറ്റലിൻ്റെ ആ റാക്കും ഹാങ്ങറൂടെ ജോയിൻ ചെയ്ത് വരുത്തുന്ന രീതിയിൽ ഇതുപോലെ ക്ലിപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണോടെ വേണമെന്ന് തോന്നിയിട്ട് ഉണ്ടായിരുന്ന വേറൊരു ക്ലിപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ സെയിം സൈസിലുള്ള ബൈൻഡർ ക്ലിപ്പൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ ഉള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ഓർഗനൈസേഷൻ വാർഡ്രോബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കബോർഡിലൊക്കെ കൊണ്ടിടാം. സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കബോർഡിൽ കൊണ്ടിടാം. അങ്ങനെ കൊണ്ടിട്ടിട്ട് നമുക്ക് അതിൽ തുണികളൊക്കെ ഇടാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കബോർഡിൽ കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ കബോർഡിൽ ഇങ്ങനെ തൂക്കിയിടണം, മേളിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്ക് അതിൽ തുണികളൊക്കെ വിരിച്ചിടാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് നല്ലൊരു വാർഡ്രോബായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ അയലിട്ടിട്ടാണെങ്കിലും തുണിയൊക്കെ ഉണക്കുന്നതിനാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ സോക്സൊക്കെ ആണെങ്കിലും ഇതിൽ നമുക്ക് ഇട്ട് ഉണക്കാവുന്നതാണ്. പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്.
ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഹാങ്കറിലുള്ള തുണിയാണെങ്കിലും നമുക്ക് ഇതിൽ തൂക്കിയിടാവുന്നതാണ്. അതേപോലെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇതിൽ ഷോർട്ട്സ് എടുത്ത് വിരിച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഷോർട്ട്സ് വിരിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വിരിച്ചിട്ട് കൊടുത്തിട്ട് എസ്പെഷ്യലി ചെറിയ തുണികളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വിരിച്ചിട്ട് കൊടുത്തിട്ട് വെളിയിൽ കൊണ്ടിട്ട് ഉണക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കുകയും ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അടുത്ത 4ാമത്തെ ടിപ്പ്, ഒരു കഷ്ണം പേപ്പർ ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒന്നാണല്ലോ ഫ്രിഡ്ജിൻ്റെ ഡോറ്. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രാവശ്യം തുറക്കുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് ചാർജൊക്കെ കൂടുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് വേണ്ടി എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ ഡോറ് ശരിക്കും തന്നെയാണോ അടഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇതുപോലെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഡോർ അടയ്ക്കുക. എന്നിട്ട് ആ പേപ്പർ പിടിച്ച് വലിക്കുന്ന സമയത്ത് വരുന്നില്ല എങ്കിൽ ആ ഡോറ് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാഷറിന് കുഴപ്പമില്ല. ഇനി അതേസമയം നമ്മൾ പിടിച്ച് വലിക്കുന്ന സമയത്ത് അത് പോരുന്നുണ്ട് എങ്കിൽ അതിന് വാഷറിന് കുഴപ്പമുണ്ട്. അത് നമ്മൾ മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറണ്ട് സേവ് ചെയ്യാനൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത 5ാമത്തെ ടിപ്പ്, റൂമിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് കാവി ഫ്ലോറിങ്. ഈ കാലത്ത് വളരെ പ്രചാരത്തിലുള്ള ഒന്നായിരുന്നു കാവി ഫ്ലോറിങ്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ സ്ഥാനത്ത് ടൈലും മാർബിളും ഒക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പണ്ട് ഇത് 2 കളറിലായിരുന്നു ഉണ്ടായിരുന്നത്, റെഡും ബ്ലാക്കും കളറിലാണ് ഉണ്ടായിരുന്നത്. അന്ന് കെമിക്കലുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല, നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് കെമിക്കലുകളൊക്കെ ചേർത്ത് പല കളറിലുള്ള കാവി ഫ്ലോറിങ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. കാവി ഫ്ലോറിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് വീട് എപ്പോഴും നല്ലതായിട്ട് കൂളായിട്ട് വെക്കുക എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂളറിൻ്റെയോ അതുപോലെ AC-യുടെ ഒന്നും ആവശ്യമില്ല. അടുത്ത 6ാമത്തത്, ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പാലക്കാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തരത്തിലുള്ള പാലക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ചുമന്ന ചീരയാണേലും പച്ചച്ചീരയാണേലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പിടി എടുത്തിട്ട് അത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിനകത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കിയിട്ട് അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര അതുപോലെ നാരങ്ങ നീരോട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിച്ചെടുത്തിട്ട് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് 2 കഷ്ണം ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർത്താൽ മതി. എന്നിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കസ്കസ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ചീരയും ഒക്കെ കഴിക്കാനായിട്ട് തോരൻ വെച്ച് കൊടുത്താൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയ പോഷകാഹാരങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ടിപ്സും റെസിപ്പീസും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത 7ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിക്കുമ്പോൾ പാഴ്സൽ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നാരങ്ങാനീരാണ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങാനീരിന് പകരം നമുക്ക് മണമുള്ള എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കംഫർട്ടാണേലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ നാരങ്ങാനീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ആ സ്പോഞ്ച് അതിലോട്ട് മുക്കി നമുക്ക് ആ വെള്ളം എല്ലാം ആ സ്പോഞ്ചിലോട്ട് അബ്സോർവ് ചെയ്യണം. ആ വെള്ളം എല്ലാം ആ സ്പോഞ്ചിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോടുകൂടി തന്നെ ഞാൻ ഫ്രീസറിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇനി അത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെയുള്ള ഒരു കുപ്പി എടുക്കണം. നല്ല വലുപ്പത്തിലുള്ള കുപ്പിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 പോർഷൻ പിച്ചാത്തി ചൂടാക്കിയിട്ടൊന്ന് വെട്ടി മാറ്റുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് വെട്ടി മാറ്റാവുന്നതാണ്. ഇങ്ങനെ വെട്ടി മാറ്റിയിട്ട് ആ കുപ്പിയുടെ ചുവട് ഭാഗം വരുന്നതിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പിച്ചാത്തി ചൂടാക്കിയിട്ട് ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ വെട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ആ കുപ്പിയിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ ഭാഗത്ത് ഇതുപോലെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്.
അങ്ങനെ ഹോൾ എടുത്തിട്ട് നമുക്ക് ആ കുപ്പിയിലോട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്പോഞ്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ബാക്കി ഉള്ള പോർഷനിൽ നമുക്ക് ഐസ് ക്യൂബ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ കുപ്പിയാണെങ്കിൽ ടേബിൾ ഫാനിൻ്റെ പുറയിൽ നമുക്ക് കൊണ്ട് ടക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ടക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ടേബിൾ ഫാൻ ഓണാക്കാം. അങ്ങനെ ഓണാക്കുന്ന സമയത്ത് റൂം മൊത്തം നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കിട്ടുന്നത്. നല്ല AC ഇട്ട പോലെ തന്നെ നല്ലതായിട്ട് തന്നെ തണുത്ത് കിട്ടും. ഫാനിൻ്റെ കാറ്റ് ആ ഐസിൽ അടിച്ചിട്ട് ആ റൂം മൊത്തം നല്ലൊരു കൂളായിട്ടുള്ള എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് റൂമിൻ്റെ ഏത് റൂമാണോ കൂളായിട്ട് കിട്ടുന്നത് ആ റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു തുണി വിരിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത ആ സ്പഞ്ച് എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഐസ് കട്ടയോടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫാൻ ഓണാക്കാം. അങ്ങനെ ഫാൻ ഓണാക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല കൂളായിട്ടുള്ള എയർ സർക്കുലേഷൻ ആ റൂം മൊത്തം കിട്ടുകയും ചെയ്യും. അങ്ങനെ റൂം നല്ലതായിട്ട് തന്നെ AC ഇട്ട പോലെ തന്നെ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വിൻഡോയും ഡോറൊക്കെ അടച്ചിട്ട് വേണം ചെയ്യാൻ. എങ്കിൽ മാത്രം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഇതുപോലുള്ള കുറേ സ്പഞ്ച് ഉണ്ടെങ്കിൽ ആ സ്പഞ്ചെല്ലാം വെള്ളത്തിൽ മുക്കിയെടുത്ത് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ട് മൺചട്ടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രീസ് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ AC ഇട്ട പോലുള്ള നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കഴിഞ്ഞു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.